ഒരു അടിപൊളി എക്സ്പീരിയൻസ്. ഒരു കുന്നിന്റെ മുകളില് ഞങ്ങളിപ്പോ ജിറോകാസ്റ്റർ കാസിൽ കണ്ടിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് കരുതി ഇറങ്ങിയേക്കാണ്. നമ്മളിനിയിപ്പം ലഞ്ചോ ബ്രഞ്ചോ എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതിയിട്ട് ജിറോകാസ്റ്റർ ഓൾഡ് ടൗണിൽ വന്നേക്കാണ്. ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നമ്മൾ മൂന്നാറൊക്കെ പോകുമ്പോഴുള്ള ടൈപ്പ് വേറൊരു ഏരിയ. കുറച്ച് തണുപ്പുണ്ട്. ശരിക്കും പ്രോപ്പർ സമ്മറിൽ വന്നാലാണ് നല്ല സൺലൈറ്റ് കിട്ടുക. ഇതാണ് ജിറോകാസ്റ്റർ ഓൾഡ് ടൗൺ. നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇനി മുന്നേ കണ്ട സമയത്ത് ഈ ഒരു ആർക്കിടെക്ചർ തന്നെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു. ഇവിടുന്ന് എന്തെങ്കിലും ഒരു സുവനീർ വാങ്ങിച്ചോ കൊള്ളാമെന്നുണ്ടായി. കുറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പൂച്ച സാർ അകത്തിരുന്ന് കഴിക്കാം. ഞങ്ങളിടുന്ന കോഫി കഴിക്കാന്ന് കരുതി. അങ്ങനെ വലിയ വൈബൊന്നും പറയാനൊന്നുമില്ല. ചിലപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കാം. ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരൊക്കെയാണ്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും മനസ്സിലാവും. ഇങ്ങനത്തെ കുറേ റെസ്റ്റോറൻറ്റ്സും കോഫി ഷോപ്സും ഇവിടെ ഉണ്ട്. ഈ ഒരു ഓൾഡ് ടൗൺ കംപ്ലീറ്റ് അങ്ങനെയാണ്. ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളോടെ വാങ്ങിക്കാനായിട്ടുണ്ട്. പക്ഷേ എന്തോ സംതിങ് ഒരു ആംസ്റ്റർഡാമിലൊന്നും പോയ പോലത്തെ ആ ഒരു വൈബില്ല അല്ലേ ഇവിടെ. അവിടുത്തെ സ്ട്രീറ്റിൽ പോകുമ്പം ആ ഒരു സാധനം ഇവിടെ മിസ്സിങ് ആണ്. അത് എന്താ അറിയില്ല. അത് ചിലപ്പോൾ ഓരോ രാജ്യത്തിൻ്റെ ഓരോ കൾച്ചർ അനുസരിച്ചായിരിക്കും. ഇതുപോലെ തന്നെ ഒരു സ്ട്രീറ്റ് ആയിരുന്നു നമുക്ക് ആംസ്റ്റർഡാമിലെ ആ ഒരു ഡാം സ്ക്വയറിലൊക്കെ ഉള്ളത്. പക്ഷെ അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതുപോലെ ഇസ്താംബുളിലും ഇതുപോലത്തെ കുറേ നാരോ സ്ട്രീറ്റ്സ് ഒക്കെ ഉണ്ട്. അവിടെയും നടക്കുമ്പോൾ വേറെ തന്നെ ഒരു ഫീലിംഗ് ആയിരുന്നു. പക്ഷെ ആ ഒരു സംഭവം ഇവിടെ ഇല്ല. എനിവേ എവിടെയും ഇല്ല. പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. സ്ഥലങ്ങളാണെങ്കിലും ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷെ അങ്ങനെ കാര്യമായ വൈബൊന്നുമില്ല. പിന്നെ വളരെ ചീപ്പായിട്ട് നമുക്ക് വരാം. ഇപ്പം ഇത് തന്നെ വല്ല ജൂലൈയിലോ ഓഗസ്റ്റിലൊക്കെ വരുവാണെങ്കിൽ ഭയങ്കര തിരക്കുമായിരിക്കാം. അക്കോമഡേഷനൊക്കെ ഫുള്ളി ബുക്ക്ഡ് ആയിരിക്കും. പിന്നെ റേറ്റും കുറച്ചുകൂടി കൂടുതലായിരിക്കും. നമുക്കപ്പോൾ ഓൾഡ് ടൗണിൽ നിന്ന് എനിവേ ഒരു കോഫി കഴിക്കാം. Thank you. No, croissant. Croissant? Yes. Yeah, 2 croissants. Super. Chocolate, chocolate. Thank you. Thank you. Belly niya. Shukriya. Shukriya is thank you. നമ്മളപ്പം ലാറ്റയും ക്വസോയും ആണ് വാങ്ങിയിട്ടുള്ളത്. ഇവിടെ ഇരിക്കുമ്പം കുറച്ച് രസമൊക്കെ ഉണ്ട്. എനിവേ തണുത്ത ക്ലൈമറ്റിൽ കുറച്ച് കോഫി കുടിക്കുമ്പോൾ നല്ല രസമുണ്ട്. ഓൾഡ് ടൗൺ ഒരു ചെറിയൊരു വൈബുള്ള ഒരു സിറ്റിയാണ്. ഇവിടുത്തെ ആൾക്കാരും നമ്മൾ വേറെ സ്ഥലങ്ങളിൽ കണ്ടതിനേക്കാളും കുറേ കൂടി ആതിഥ്യമര്യാദ ഉള്ള ആൾക്കാരാണെന്ന് തോന്നി. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. ഞങ്ങൾ ഇന്നലെ നിന്ന അക്കോമഡേഷൻ ആക്ച്വലി 2000 ആയിരുന്നില്ല, 1800 ആയിരുന്നു. ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. ഇപ്പം ജിറോകാസ്റ്ററിൽ നിന്ന് ഞങ്ങൾക്ക് ഇനി ആക്ച്വലി തേർത്തിലേക്കാണ് പോകേണ്ടത്. ഒരു 5-6 മണിക്കൂറിൻ്റെ ഒരു ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ ഓടിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഇൻ ബിറ്റ്വീൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നിർത്തിയിട്ടൊക്കെ പോകാമെന്ന് വിചാരിക്കണേ. ഇപ്പം ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് തേത്തിലേക്ക് പോകുന്ന വഴിക്കാണ് സ്കോഡാറൊക്കെ വരുന്നത്. സ്കോഡാറിനാണെന്ന് തോന്നുന്നു. ആ ഒരു പ്ലേസ് ഒക്കെ കണ്ട് ഇൻ ബിറ്റ്വീൻ ഒരു ലേക്കൊക്കെ ഉണ്ട് ഫേമസ്. അപ്പം അവിടേക്ക് ഒന്ന് ജസ്റ്റ് ഇറങ്ങി അങ്ങനെ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും തേത്തിലെത്താമെന്നാണ് വരുന്നത്. അപ്പം ഇന്ന് നമ്മൾ തേത്തിലാണ് നൈറ്റ് സ്റ്റേ ചെയ്യുന്നത്. അൽബനിയിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഓരോ സ്ഥലങ്ങളും തമ്മിൽ കുറച്ചധികം ഡിസ്റ്റൻസ് ഉണ്ട്. അടിപൊളി പൂച്ചാട്ടോ തൊട്ടോട്ടെ. നമ്മളൊരു സുവനീർ വാങ്ങിക്കാന്ന് കരുതി കയറിയേക്കാണ്. എന്ത് വാങ്ങും എന്നാണ്.
ഓടക്കുഴലുണ്ട്, ടിപ്പു സുൽത്താനോ ആരൊക്കെയോ ഉണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള എനിക്ക് മഴയുള്ള അകത്തേക്ക് കയറാം. How much for the instrument, that one? This Yeah, and this. this one. That's my souvenir. Huh. That's for 1.5. 1.3. Very expensive. 15 euro. €2. Yeah. Euro. There's a cognac souvenir, one glass. One glass is a 200, 200. This is 3. Cognac brandy, the same. അത് വാങ്ങിക്കണോ? അതായി ചെയ്യാൻ നല്ലത്. How much for this one? Then 1 free. Same. Can you make it 10? The same, same. നോക്കട്ടെ. കുതിരയാ? ഇതെല്ലാം കുറച്ചുകൂടി ആരാണ് കുതിരക്കാരൻ? നമ്മളിതാ നമ്മളിതാ ഈ ഷോപ്പിൽ നിന്നാണ് സുവനീർ വാങ്ങിച്ചത്. കോണിയാക്കാന്നവൻ പറയുന്നുണ്ട്. ഇനിയിപ്പം ഒരു കോൾഡ് ക്ലൈമറ്റ് അല്ലേ, നനഞ്ഞ് അങ്ങനെ ഇതായിട്ടിരിക്കും. പിന്നെന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു BRPയും നമ്മുടെ പാസ്പോർട്ടും വെച്ചിട്ട് നമുക്ക് UK ന്ന് ഈസി ആയിട്ട് വെരി ചീപ്പ് റേറ്റിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാണ്. കാണാത്ത സ്ഥലങ്ങൾ, കാണാത്ത ആൾക്കാർ, കാണാത്ത കൾച്ചർ, കഴിക്കാത്ത ടൈപ്പ് ഫുഡ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ് ആണ്. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ ടൈപ്പ് ആൾക്കാരെ കാണുമ്പോഴും ഓരോ ടൈപ്പ് കൾച്ചർ കാണുമ്പോഴും ഇതെല്ലാം ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ നല്ല ഡ്രൈവാണ് നമുക്ക് കിട്ടുക. നമ്മള് ഭയങ്കര ലോങ് ആയിട്ട് നമ്മൾ 3 hours 4 hours 6 hours ഒക്കെ ഡ്രൈവ് വരുന്നുണ്ട് ഇൻ ബിറ്റ്വീൻ. പക്ഷെ തിരക്ക് കുറവായതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. ഇത് തന്നെ സമ്മറിലാണെങ്കിൽ ചിലപ്പം നല്ല തിരക്കുണ്ടാവും, കുറെ കൂടി ആൾക്കാരുണ്ടാവും. അപ്പോൾ റോഡൊക്കെ കുറെ കൂടി റഷ് ആയിട്ട് വരുമ്പം എങ്ങനെയാവും എന്നുള്ളത് ഐഡിയ ഇല്ല. ഇപ്പൊ എനിവേ നല്ല സ്മൂത്താണ്, ദൈവം അനുഗ്രഹിച്ച്. ട്രാവൽ ചെയ്യാനും ഓരോ പ്ലേസസിലേക്ക് പോകാനും വലിയ പ്രശ്നമില്ലാണ്ട് നമുക്ക് പോകാനായിട്ട് പറ്റി. You accept card? Fine. Thank you. അവിടെ ഇരിക്കാം. Thank you. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. Mayonnaise. Mayonnaise. Yeah. എനിക്ക് ചൈന പൊട്ടറ്റോ ആണോ എനിക്ക് ഇഷ്ടമായത് സത്യമായിട്ടും. നേരെ മാറ്റണം. എനിക്ക് അത് മതി ചായ. ഇതോ? ഇതുണ്ട്. ഇതെല്ലാം തല തിരിഞ്ഞിട്ടുണ്ടോ? ചെറിയൊരു പീസ് ആയിട്ട് കഴിക്കാം. ഉപ്പോറോ? ഫുഡ് വന്നു കഴിഞ്ഞപ്പം പൊട്ടറ്റോന്റെ റോസ്റ്റീസ് കണ്ടപ്പം ഞാൻ ചിക്കൻ ആക്കാന്ന് കരുതി. എനിവേ കഴിച്ചു നോക്കട്ടെ. കണ്ടിട്ട് നന്നായിട്ടായിരിക്കണേ അല്ലേ. റോസ്റ്റീസിന് നല്ല ടേസ്റ്റ് ഉണ്ട്, ഭയങ്കര ടേസ്റ്റ്. ഇത് ആക്ച്വലി ഇച്ചായന് വന്നതാണ്. ഇത് ഇച്ചായൻ പകുതി കഴിച്ചു, കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്, ഇത് ഭയങ്കര രുചി. നമ്മൾ ആക്ച്വലി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. നമ്മൾ തേത്തിലേക്ക് പോവാണ്. ഒരു 2 മണിക്കൂറും കൂടി യാത്രയുണ്ട്. നാളെ തേത്തിലെ ഒരു ചർച്ചിലും പിന്നെ ഒരു ഏരിയയും കൂടി പോവാന്നൊക്കെ കവർ ചെയ്യാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എനിവേ നാളെ നോക്കാം. ഗുഡ് മോർണിംഗ് ഫ്രം തേത്ത്. ഞങ്ങൾ ഇന്നലെ നൈറ്റ് ഇവിടെയാണ് സ്റ്റേ ചെയ്ത്. ചെറിയ മഴയുണ്ട്, പക്ഷെ ഈ ഒരു ഏരിയ മിക്ക സമയത്തും ചെറിയൊരു മഴയും തണുപ്പൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്.
ഇവിടെ ഒരു 2 ദിവസമൊക്കെ പ്രോപ്പറായിട്ട് സ്റ്റേ ചെയ്യാനുള്ള അത്രയും ഭംഗിയുള്ളൊരു ഏരിയ ആണ്. പിന്നെ ഈ കാണുന്ന മലയും കാര്യങ്ങളൊക്കെയാണ് ബാക്കിൽ. അപ്പം ഇത് മാത്രമല്ല, നമ്മൾ മല കയറി ഇങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് വില്ലകളുണ്ട് ഇവിടെ ഇങ്ങനെ. വേണ്ട, ഓക്കെ. ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം. ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇതിനു മുന്നേ പോയിട്ടില്ല സത്യം പറഞ്ഞാല്. ഇവിടെ ഒരു 2 ദിവസമൊക്കെ സ്റ്റേ ചെയ്ത് അങ്ങനെ നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലം. നമ്മൾ എന്തായാലും ഇന്ന് തേത്ത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് മോണ്ടിനീക്കിലേക്ക് പോവാണ്. പക്ഷേ നല്ല മഴയാണ്. പക്ഷെ ആ മഴയ്ക്കൊരു ഭംഗിയുണ്ട്. ഇവിടെ ഇപ്പം ഏത് സീസൺ ആണെങ്കിലും ഈ ഒരു ഏരിയയിൽ ഇവിടെ നമുക്ക് നല്ല സമാധാനം കിട്ടും. ഭയങ്കര ഒരു അടിപൊളി ഏരിയ. ബാക്കിൽ ഇതാ മലകൾ, ചില സമയത്ത് കോടമഞ്ഞ്. 10:30-ക്കാണ് ചെക്കൗട്ട് ടൈം. മഴ ആയതുകൊണ്ടും പിന്നെ ഇപ്പം തന്നെ അങ്ങനെ ഇറങ്ങിപ്പോയി ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ തോന്നുന്നില്ല. അപ്പം നമ്മൾ റൂമിൽ നിന്നൊക്കെ വെക്കേറ്റ് ചെയ്തു. എന്നിട്ട് ഇവരുടെ ഈ ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ വന്നതാ ചെറിയൊരു കോഫി കഴിച്ചിരിക്കാമെന്ന് കരുതി. അങ്ങനെ കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോവാം. ആക്ച്വലി അൽബേനിയയിൽ വരുമ്പം നമ്മൾ ഇവിടുത്തെ കുറേ കാര്യങ്ങൾ കാണുക എന്നതിലുപരി 1-2 ദിവസമൊക്കെ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത്, ഇവിടെ കൊമാലി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, വാൽബോണ എന്നൊക്കെ പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഏകദേശം സിമിലർ ടു തേത്തായിട്ടുള്ളൊരു ഏരിയ ആണ്. ഇവിടേക്ക് നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്തൊരു 2-3 ഡേയ്സിലേക്കൊക്കെ വരാൻ പറ്റിയ ഭയങ്കര ഒരു സെനിക് വ്യൂ ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടി. ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ. നമ്മൾ തേത്ത് ചർച്ചിന്റെ, നമുക്ക് പള്ളിയിൽ ആദ്യം കയറണ്ടേ? നമ്മൾ തേത്ത് ചർച്ചിലേക്ക് കയറാൻ പോകുന്ന വഴിയാണ്. ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ ഹെവൻ ഓൺ എർത്ത്. ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലത്ത് ജീവിതത്തിൽ ഞങ്ങൾ പോയിട്ടില്ല. ഫസ്റ്റ് തിങ് ഈസ് ഫസ്റ്റ്, നമ്മൾ തേത്ത് ചർച്ചിലേക്കാണ് പോകുന്നത്. ഇവിടെ ആക്ച്വലി നമ്മളിപ്പം സ്പ്രിങ്ങിൽ വന്നോണ്ട് തന്നെ ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം സ്റ്റേ ചെയ്ത റൂമിന് നമ്മൾ 40 യൂറോയാണ് കൊടുക്കണമെങ്കിൽ ഇത് തന്നെ നേരെ ജൂലൈയിലോ ഓഗസ്റ്റിലൊക്കെ വരുമ്പം 150 പൗണ്ടൊക്കെയാണ് കാണിക്കണേ. അപ്പം അതാണ് ഡിഫറൻസ്. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള വേറെ ചെറിയ ചെറിയ ഫ്ലാറ്റ് പോലെയൊക്കെ നമുക്ക് എടുക്കാനായിട്ട് 92 പൗണ്ട് ആ ഒരു റേഞ്ചിനൊക്കെ കിട്ടും. എനിവേ, ഭംഗിയുള്ള ഒരു പള്ളി, ഒരു കുന്നിന്റെ മുകളില്. വാവ്, എന്ത് ഭംഗിയുള്ള സ്ഥലവാ. പള്ളി ക്ലോസ്ഡ് അല്ലേ? നമ്മള് ടിരാന എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ 3 മണിക്കൂർ മാത്രമേ തേത്തിലേക്ക് ഉള്ളൂ. അപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ വേറെ ജിറോ കാസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ സെറാൻഡയൊക്കെ നല്ലതാണ്, ഒരു ബീച്ച് വൈബൊക്കെ സമ്മറിൽ കിട്ടാനായിട്ട്. സാമിലൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മൾ ഇതുപോലത്തെ ഒരു മിനി സ്വിറ്റ്സർലൻഡ് പോലത്തെ ഒരു ഏരിയയിൽ ഇത്രയും ചീപ്പ് റേറ്റിന് നമുക്ക് ഇ വിസ വേണ്ട, ഷെങ്കൻ വേണ്ട, ഒന്നും വേണ്ട, ജസ്റ്റ് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടേക്ക് വരാൻ പറ്റണ ഈ ഒരു ഓപ്പർച്യൂണിറ്റി UK-യിലുള്ളവർക്ക് ഭയങ്കര ഒരു ബ്ലെസ്ഡ് ഓപ്പർച്യൂണിറ്റി തന്നെ.